ഫിഫ ലോകകപ്പിന് പന്തുരുളാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യയിലെ മത്സര സംപ്രേഷണ അവകാശം സീ എന്റർടൈൻമെന്റ് ഔദ്യോഗികമായി ഏറ്റെടുത്തതോടെ കളി എങ്ങനെ കാണുമെന്ന ആശങ്കയും അവസാനിച്ചിട്ടുണ്ട്. മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നീ ആരാധനാ പാത്രങ്ങളുടെ ലാസ്റ്റ് ഡാൻസ് എന്നതിനപ്പുറം മലയാളികൾക്ക് ഈ ലോകകപ്പ് കാണാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ലോകകപ്പിനുള്ള ഖത്തർ ടീമിനെ പ്രഖ്യാപിച്ചതോടെയാണ് ആ കാരണം ഉദിക്കുന്നത്. ലോകകപ്പിന് മലയാളം സംസാരിക്കുന്ന ഒരാൾ പന്തു തട്ടുന്നു എന്നത് തന്നെയാണത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം. തഹ്സീൻ മുഹമ്മദ് ജംഷീദ് എന്ന കണ്ണൂർ തലശ്ശേരിക്കാരനാണ് ലോകകപ്പിനുള്ള ഖത്തറിന്റെ 26 അംഗ ടീമിൽ ഇടം പിടിച്ചത്. നേരത്തെ ജംബോ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ തന്നെ ഈ ടീം പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പായിരുന്നു. ഒടുവിൽ ആ പ്രഖ്യാപനം വന്നു. ഒരുപക്ഷെ ജൂൺ 13 അർദ്ധരാത്രി കാലിഫോർണിയയിലെ സാന്റാ ക്ലാര നഗരത്തിലുള്ള ലെവിസ് സ്റ്റേഡിയത്തിൽ അത് സംഭവിച്ചേക്കാം. ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി ലോകമാകെയുള്ള മലയാളികൾക്ക്. ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ നിന്ന് വെറ്ററൻ താരങ്ങളെ എല്ലാം വെട്ടിയാണ് പരിശീലകൻ ജൂലൻ ലോപെറ്റഗി ടീം പ്രഖ്യാപിച്ചത്. സീനിയർ താരങ്ങളായ സെബാസ്റ്റ്യൻ സോറിയ, താരിഖ് സൽമാൻ, ബാസം അൽറാവി, മുഹമ്മദ് വാദ്, മുബാറക് ഷനാൻ, നിയാൻ മേസൽ, ഫഹദ് യൂനസ് എന്നിവരെല്ലാം ലോകകപ്പിനുള്ള ടീമിൽ നിന്ന് പുറത്താണ്. മുന്നേറ്റക്കാരൻ അക്രം അഫീഫാണ് നായകൻ. ഖത്തറിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ അൽമോസ് അലിയും സംഘത്തിലുണ്ട്. ഇവർക്കൊപ്പമാണ് നമ്മുടെ തഹ്സീൻ മുഹമ്മദ് ഉൾപ്പെട്ടത്. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി താരമെന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്. അഖിലേന്ത്യാ കിരീടം ചൂടിയ കാലിക്കറ്റ് സർവകലാശാല ടീമിലെ അംഗമായിരുന്ന പിതാവ് കണ്ണൂർ തലശ്ശേരിക്കാരനായ ജംഷീദിൽ നിന്നാണ് തഹ്സീൻ ഫുട്ബോളിന്റെ ആദ്യ പാഠം പഠിക്കുന്നത്. പരിക്കും പ്രാരാബ്ധവുമായി ഗൾഫിലേക്ക് ജോലി തേടിപ്പോയ ജംഷീദ് താൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ ഫുട്ബോൾ ടീമിലൂടെ മകനെ കളി പഠിപ്പിച്ചു. അക്കാദമിയിലെ പരിശീലകരായ അൾജീരിയൻ സഹോദരങ്ങളിലൂടെ അൽ ദുഹൈലിലെത്തി. ശേഷം ഖത്തറിന്റെ കായിക നഴ്സറിയായ ആസ്പയർ അക്കാദമിയിലും. അതിനിടയിൽ ഖത്തർ യൂത്ത് ടീമുകൾക്ക് വേണ്ടി തഹ്സീൻ നടത്തിയ പ്രകടനം ശ്രദ്ധ പിടിച്ചുപറ്റി. അണ്ടർ 16, 17, 19 ടീമുകൾക്കായുള്ള കളികൾക്കിടെ തഹ്സീന്റെ മികവ് കണ്ണിലുടക്കിയ അൽദുഹൈൽ പരിശീലകൻ ക്രിസ്റ്റഫ് ഗാൽറ്റിയർ ആണ് താരത്തെ ടീമിലേക്ക് വിളിച്ചത്. ഫിലിപ്പ് കുട്ടിന്യോയും മൈക്കൽ ഒലുങ്കയുമെല്ലാമുള്ള ടീമിലേക്കാണ് തഹ്സീൻ എത്തിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലും അമീർ കപ്പിലും പുറത്തെടുത്ത പ്രകടനം തഹ്സീന്റെ ഭാവി മാറ്റി. ഇടതുവിങ്ങിലൂടെയുള്ള അതിവേഗ നീക്കവും പന്തടക്കവുമാണ് പ്രത്യേകത. അൽദുഹൈലിന്റെ എംബാപ്പെ എന്ന വിളിപ്പേരിൽ ഒടുവിൽ ഖത്തർ സീനിയർ ടീമിലെത്തി നിൽക്കുന്ന തഹ്സീനിന് വേണ്ടിയും ഈ ലോകകപ്പ് കാലത്ത് കയ്യടികളും ഫ്ലക്സുകളും ഈ മലയാളക്കരയിൽ ഉയരട്ടെ.